ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓവാലിയിലുള്ള ആറുട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആറുട്ടുപാറിൻ്റെ പരിസരങ്ങളിൽ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് നമ്മളിന്നൊരു ബൈക്ക് യാത്ര, അതായത് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. നല്ല മഴ ചെയ്തിപ്പോൾ ഇങ്ങനെ കുറച്ച് തെളിഞ്ഞ് നിൽക്കുകയാണ്. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഞാൻ മഴക്കോട്ടൊക്കെ കൊണ്ട് ഊരി വെച്ചേ ഉള്ളൂ. നമ്മൾ ബൈക്ക് ഒക്കെ റെഡിയാണ്, സെറ്റാണ്. ഞാനിവിടെ ഒരു നല്ല സ്ഥലം കണ്ടപ്പോൾ നിർത്തിയത്. എന്ന് വെച്ചാൽ മീൻസ് നല്ല ഒരു അന്തരീക്ഷം. ഇവിടെ മഴയൊക്കെ പോയി നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ശരി, ഇവിടുന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. ശരി, നമുക്ക് ഏതായാലും ഇനി സമയം കളയാതെ പുറപ്പെടാൻ പെട്ടെന്ന് തന്നെ. ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ചെറിയൊരു പേടിയുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂളം വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു നല്ല ഈണത്തിൽ. അപ്പോൾ നമ്മളത് കുരുവിയാണ് കുയിലാണെന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ വല്ല പ്രേതമാണെങ്കിലോ വേഗം പോകാം. എനിക്ക് കുറച്ച് ധൈര്യം കൂടുതലാണ്. ബസ് ഈ റൂട്ടിലൂടെ ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരം ഓടുന്ന റൂട്ടായതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. വീതി കുറഞ്ഞ റോഡായിരിക്കും, പക്ഷെ പുതുതായിട്ട് ഇതിലൂടെ വരുന്ന ആളുകൾ നല്ല ശ്രദ്ധിച്ചു പോകണം. നല്ല രസമുണ്ട് പോകാൻ. ഏതായാലും മഴ പെയ്തിട്ട് നീലഗിരിയിൽ നല്ല ക്വാളിറ്റിയുള്ള കലപ്പടമില്ലാത്ത മായം ചേർക്കാത്ത ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് അയച്ചിരുന്ന തേയിലപ്പൊടിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ അഡ്രസ്സ് പിൻകോഡ് സഹിതം അയച്ചു തരാൻ നിങ്ങളുടെ ഡോറിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. കുറേ പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ക്യാഷ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്, പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ. നമ്മൾ ആദ്യം തന്നെ പൈസ മേടിച്ചാണ് ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് മേടിച്ചിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരികയാണ്. കേരള, തമിഴ്നാട്, കർണാടക പുറത്തുനിന്നുള്ള ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് ഞാൻ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്. അല്ലാതെ കേരള, തമിഴ്നാട്, കർണാടക ഇതിനുള്ളിലുള്ള ആളുകൾക്കൊന്നും ഈ വരുന്ന MRP റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ചെറിയൊരു ബിസിനസ്സാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനിയും ആലോചിച്ചിരിക്കാതെ ഓർഡറുകൾ പെട്ടെന്ന് തരിക. വെറുതെ ഇതിൽ കേട്ടില്ല വിടരുത്. നമ്മുടെ ഒരു അഭ്യർത്ഥനയാണ് ഇത്. ഒന്ന് പരിഗണിക്കണം. ഓക്കെ. ബാലവാടി മഴ പെയ്ത് തണുത്ത് വിറച്ചിരിക്കാൻ തോന്നണല്ലേ. നല്ല തണുപ്പുണ്ട് ഒന്ന് പോകുമ്പോൾ. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തതിൻ്റെതായ ഒരു തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ കാലാവസ്ഥ തണുത്തു. ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു തണുപ്പ് ശരിക്കും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം മഴ പെയ്ത് എല്ലാ അന്തരീക്ഷമൊക്കെ കുറച്ച് തണുത്തു. ഇപ്പോൾ നല്ല തണുപ്പാണ്. പക്ഷെ ബൈക്കും പോകുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ ഭയങ്കര ഒരു രസമാണ്. കാരണം ഗ്രാമ്പ് മരങ്ങൾ ഒരുപാട് കണ്ടില്ല, രണ്ട് സൈഡിലും എല്ലാം ഗ്രാമ്പുമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഈ ഒരു വളവും തിരിവും ഗ്രാമ്പു മരങ്ങളും സിൽവർ റോക്ക് മരങ്ങളും അതിൻ്റെ അടിയിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ബാരം, ഈ സ്ഥലത്തിൻ്റെ പേര് ബാരം. നമ്മൾ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകാം. ഇത് ചെറിയൊരു അങ്ങാടിയൊക്കെ ഉള്ള സ്ഥലമാണ്. കൊച്ചു കടകളും ചായക്കടകൾ, പലഹാരക്കടകൾ, പലചരക്ക് കടകളൊക്കെ ആയിട്ടുള്ള. ഇവിടുന്ന് താഴേക്കൊരു ഇറങ്ങിയിട്ട് വീണ്ടും കയറ്റം കയറിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ആറുട്ടുപാറയ്ക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്. ബട്ട് നമ്മൾ
അതിൻ്റെ പരിസരത്ത് ഈ ഇടയായിട്ട് ഡെവലപ്പായി വന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെയാണ് ഞാൻ എയിം ചെയ്യണത് കാണാൻ വേണ്ടി. പക്ഷേ ഇനി അവിടെ ചെല്ലുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാവോ പ്രതികൂലമാവോ എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. പ്രതികൂലമാവാൻ സാധ്യതയില്ല. ഇവിടെ സ്കൂളാ, ടീച്ചർമാരാ, സ്കൂൾ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ചുണ്ണാമ്പ് പാലം എന്നിവിടെ പറയും. ആ പാലത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം. മഴയത്ത് ഈ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോയിട്ടുണ്ട് ആ പ്രളയകാലത്തൊക്കെ. പക്ഷെ പാലം കുലുങ്ങിയിട്ടില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ മാക്സിമം വെയിറ്റ് താങ്ങും. ഇതിൻ്റെ കപ്പാസിറ്റി എത്രയോ ടൺ, അത് നമുക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നല്ല വെയിറ്റ് ഒക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഈ പാലത്തിനുണ്ട്. അത് പരീക്ഷണങ്ങളോട് വിജയിച്ചതാണ്. പാലത്തിനൊരു കുലുക്കം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതൊക്കെയാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകതകൾ. പക്ഷെ ഇവിടുത്തെ കാഴ്ചകൾ ഒന്നൊന്നര കാഴ്ചകളാണ്. വെള്ളം കുറവാണ്, പക്ഷെ എന്നാലും പല സ്ഥലങ്ങളിൽ നിന്നേക്ക് ജോയിൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വന്ന് ജോയിൻ്റ് ആണ്. അതിൽ നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഹൈ അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പർ. ചെറിയൊരു ഫാൾസ്, പക്ഷെ വെള്ളത്തിന് ചെറിയ കലക്കുണ്ടല്ലോ. മറ്റു സ്ഥലങ്ങളിലൊക്കെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇതൊക്കെ ഇതിലേക്ക് ജോയിൻ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് മോൾ ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതേപോലെ ചെറിയ ചെറിയ അരുവികളൊന്ന് ജോയിൻ്റ് ആവുന്നുണ്ട്. പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഭീമകാരമായിട്ടുള്ളൊരു ശബ്ദവും വെള്ളപ്പാച്ചിലൊക്കെ ആയിരിക്കും ഇവിടെ. പാലം കണ്ടില്ല സുഹൃത്തുക്കളെ, ഇത് പിന്നെ ഇരുമ്പാണ് സൈഡ്. ഭയങ്കര ആംഗ്ലറൊക്കെ ഇട്ടിട്ടുള്ള ഒരു വൻ സെറ്റപ്പിലാണ് പാലമുള്ളത്. ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് പോയി കഴിഞ്ഞാലും കാണാം. അതാ ഇവിടുന്ന് ശരിക്കും കാണുന്നുണ്ട്, കണ്ടില്ലേ. സെൻട്രലൊരു കരിങ്കല്ലിൻ്റെ കെട്ടാണ്. അതായത് പാറ, അവിടെയുള്ള പാറൻ്റെ മുകളിൽ കരിങ്കല്ലിട്ട് കെട്ടിയിരിക്കുകയാണ്, ഫില്ലർ പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഭയങ്കര ഒരു ഇരുമ്പിൻ്റെ റോഡ് വെച്ചിട്ട്. പക്ഷെ വീതി വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ബസ് പോകുന്നുണ്ട്, അതുകൊണ്ട് ബസ് സർവീസ് ഉണ്ട്. ആ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ടച്ചായി ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. പക്ഷേ അവിടെ ഡ്രൈവർമാർ പ്രത്യേക ട്രെയിനിങ് എടുത്തിട്ടാന്ന് തോന്നുന്നു ഇതുവഴി ഇങ്ങനെ വരും. പക്ഷേ ഈ പാലം എന്തായാലും ഒരു വിശ്വാസമാണ് കേട്ടോ. ഇപ്രാവശ്യമൊക്കെ മഴ കുറവാണ്. പക്ഷെ ഭയങ്കര മഴ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഈ പാലം അതിജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇത്ര താഴെയാണ് ഇപ്പോൾ അതുള്ളത് വെള്ളം. പക്ഷേ ഇതിൻ്റെ ഈ പാലത്തുമ്പോൾ ടച്ചായിട്ട് വെള്ളം പോയിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വെള്ളം അവിടെ വന്നിട്ടുണ്ടാവും. ഈ പാലം അതിനെല്ലാം അതിജീവിച്ചു. എത്ര അതിജീവിച്ചാലും ഞാനതിൻ്റെ നടുക്ക് നിൽക്കണില്ല. നമ്മുടെ സമയം മോശമാണെങ്കിലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ, തമാശ. മഴ ഇല്ലാത്ത സമയത്താണ് അത് കാണാൻ ഭംഗി. മഴ ഇല്ലാത്ത സമയത്ത് ഒരുപാട് ഉരുണ്ട പാറക്കല്ലുകളുണ്ടാവും. ഇടയിലിടയിലൂടെ അങ്ങനെ വെള്ളച്ചാലുകളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ വെള്ളം അധികം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ കുറഞ്ഞുണ്ടാവും. അതിൻ്റെ ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മേലെ കൂടെ ഒരു റോഡും ഉണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ. അവിടെ നിന്ന് ആരൊക്കെ നടന്നു വരുന്നുണ്ട്, എടുത്ത് ചോദിച്ചു നോക്കാം. அம்மா இந்த ரோடு எங்கே போகும்? மேலே மேலே என்ன ஊர் இருக்கா? ஊரா? என்ன ஊர்? என்ன ஊருக்கா மேலே? செல்வபுரமா? இது இப்படியே ரோடு ஏறி போக முடியுமா மேலே? போனால் எங்கே போய் சேரும்? 4 நம்பர். அது எங்கே இருக்கு? ஆரட்டுப்பாறை போகுமா? அப்போ இப்படி போயிடலாம்ல. சரி, ஓகே. അപ്പോൾ റോഡ് இந்த மாதிரி சிமெண்ட் போட்டிருக்குமா? വണ്ടി ഏറി പോകുമോ? താർ റോഡ് ഇരിക്കാ? റൈറ്റ്, ശരി. ഈ റോഡിനെ പോയ പണി കിട്ടും തോന്നുന്നുണ്ട്. കാരണം വണ്ടി അധികം പോകുന്നില്ല. പക്ഷെ നല്ല പായലുണ്ട്, നല്ല കുത്തനെ കയറ്റാണ്. ക്യാമറയിൽ കാണുമ്പോൾ സ്ലോപ്പായിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നല്ല കയറ്റുണ്ട്. പിന്നെ വണ്ടി നമുക്ക് നിന്നിട്ടില്ലെങ്കിലും പുറകോട്ട് വരും.
അതിന് ടയറിന് തീരെ ഗ്രിപ്പില്ല, ചെറിയൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്ലിപ്പാവും. നമുക്ക് മെയിൻ റോഡിൽ തന്നെ പോകാം, കാരണം ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച 2 സ്ഥലം എനിക്ക് കിട്ടില്ല. പോവാം. ഇത് ചുറ്റുഭാഗം എസ്റ്റേറ്റും പറമ്പും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറച്ച് ഡേഞ്ചർ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാട്ടാനാക്രമണത്തിൽ. രാത്രി സമയങ്ങളിൽ നിന്നല്ല, പകൽ സമയങ്ങളിൽ പോലും കാട്ടാനങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലമാണ്. കാരണം ഇങ്ങനത്തെ വളവുകളും ഇതൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴേ വളവുകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം. ഇവിടെ ജീപ്പ് സർവീസ് ആയിരിക്കും കൂടുതൽ. ബസ് ഉണ്ട് കേട്ടോ, ബസ് വരും ഇവിടെ. ഒരു ബസ് ഈ ആറോട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നു പോകുന്നുണ്ട്. പിന്നെ ജീപ്പുകളിലാണ് കൂടുതലായിട്ട് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. മലയടിവാരത്തെ മറ്റൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പോണ വഴിക്കുള്ള ചെറിയ ഗ്രാമങ്ങളാണ് ഇതൊക്കെ. അവിടെ താഴേക്ക് വഴിയൊക്കെ ഉണ്ട്, ചെറിയ കടകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. വീട് ചോദിച്ചു നോക്കാം പേര് ഈ സ്ഥലത്തിൻ്റെ. അമ്മ இந்த ஊர் பேர் என்னம்மா? இதுதான் செல்வபுரமா? ஓ அது சரி. அப்போ அந்த கீழே இருந்து அந்த ஆறு பக்கத்துல இருந்து வர ரோடு இப்படி தான் வருமா? இங்கே தான் வரும்ல? ഇടയിൽ വേറെ ഊർക്കെല്ലാം പോകാതെ? ശരി ശരി. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ സെൽവപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് സെൽവപുരം ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ 2-3 കടകളും ഉണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ സെൽവപുരം. നിറയെ വീട് இருக்காங்க? நிறைய வீடு இருக்கா? எவ்வளோ குடும்பங்கள் வாழ்ந்துட்டு இருக்காங்க மக்கள்? இங்கே செல்வபுரத்தில் மட்டும் 120 குடும்பம் இருக்கா? 120 குடும்பம் இருக்குல்ல. அப்போது இங்கே இந்த குழந்தைங்க ஸ்கூலு அதெல்லாம் இருக்காங்க படிக்கிறதுக்கு? இங்கே மேலே ஏறினா இருக்குல்ல, மேலே பாரதி நகர், இது செல்வபுரம். ஆமாங்க, பாரதி நகர் அது பெரிய ஊர்ல. அங்கே தான் ஸ்கூல் இருக்குது. அதில் நமக்கு இந்த ஓவாலின்னா இந்த ஆரோட்டுப்பாறை, பாரூட்டு, சீஃபோர்த்து, எல்லமலை, பெரிய சோலை, இது மட்டும்தான் தெரியும். இந்த மாதிரி சின்ன சின்ன ஊர் இடையில இருக்கிறது அதிகமாக தெரியாது, பேர் கூட தெரியாது. நான் இப்போ உங்ககிட்ட கேட்டு தான் தெரிஞ்சுக்கிட்டேன். இதுதான் செல்வபுரம். ശരി. ഇവിടെ കുറേ കുറേ വീടുകളുണ്ട് കേട്ടോ. 100 ചില്ലറ കുടുംബങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തേക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വീടുകളാണ്. ജീപ്പ് സർവീസ്. പട്ടി റോട്ടിലെ കിടന്നുറങ്ങണം, ഒരു പ്രശ്നമല്ലാതെ. കൂൾ. ശരി, പോയിട്ട് വരണോ? താങ്ക് യു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വീടുകളാണ്. നമുക്ക് ചെറിയ ഫുട്പാത്ത് റോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇവിടുന്ന് മുകളിലേക്ക് കയറണം അല്ലേ. ഇതിലൂടെ ബസ്സൊക്കെ കയറി പോകണത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ റോഡ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇവിടെ ബസ്സൊക്കെ പോകുമോ, പക്ഷേ പോകും. ഇവിടുത്തെ ആ കട്ട് സൈസ് ചെറിയ സ്മോൾ ബസ് പോകും. ഇവിടുന്ന് അങ്ങോട്ട് കയറിയാണ്ടല്ല, മലകളുടെ താഴ്വാരത്തുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അവിടെ കുറച്ചുണ്ട്, മുകളിൽ കുറച്ചുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ചുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട സെൽവപുരം തൊട്ട് താഴെ പുറകോട്ട് മല, മഞ്ഞുമൂടിയ മല. താഴേക്കൊരു റോഡൊക്കെ പോകുന്നുണ്ട്. ശരി, ഭാരതി നഗർ പോയി നോക്കാം നമുക്ക്. ദിസ് ഈസ് ഭാരതി നഗർ. പട്ടിയൊക്കെ ചങ്ങല പൊട്ടിച്ചിട്ടായിരുന്നു പട്ടി. ദിസ് ഈസ് ഭാരതി നഗർ. ഇവിടെ ചെറിയൊരു കടകളും കമ്പോളങ്ങളും. പ്ലാവിൻ്റെ ഇല പോണു ജീപ്പിൽ, പ്ലാവിൻ്റെ തോലിറക്കിയ.
ഇതാണ് സുഹൃത്തുക്കളെ ഭാരതി നഗർ എന്ന് പറയുന്ന സ്ഥലം. ഭാരതി നഗർ നമുക്ക് പേരൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഈ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊന്ന് ഒരു ടോക്ക് കൊടുക്കണമെങ്കിൽ, സ്റ്റാർട്ടിങ് കിട്ടണമെങ്കിൽ നമ്മൾ സ്ഥലത്തിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് തുടങ്ങണം. അത്രേ ഉള്ളൂ. റൈറ്റ്, ഒരു വളവാണ് കേട്ടോ ഇവിടെ. റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നൊരു സ്ഥലം. അവിടെ കുറച്ച് കടകൾ ഇതൊക്കെ ഉണ്ട്. ഇവിടെ മേലെ സ്കൂളൊക്കെ ഉണ്ട്, നമുക്ക് പോയി കാണാം. അപ്പോൾ ഇതാണ് ഭാരതി നഗറിലുള്ള ചായക്കട. ചായക്കട അല്ലേ? ചായക്കട. കൂടെ എസ്റ്റേറ്റ് വേലയാ എല്ലാതും? എസ്റ്റേറ്റിലെ വേല செய்வாங்க. வேறு இந்த விவசாயம் அந்த மாதிரி எல்லாம் எதுவும் இல்லை? கொஞ்சம் எல்லாம் இருக்கும், விவசாயம் எல்லாம் இருக்கும். அப்போது இங்கே ஸ்கூலு இதெல்லாம் இருக்குல்ல பக்கத்தில், பெரிய ஊர் தான். அப்போது பஸ் வரும் இருக்காச்சா? ஓ ரோடு சரியில்லைன்னா பஸ் வராதா? கடை ഉണ്ട് ഇവിടെ. ഈവനിങ് ടൈമിൽ ഇതെല്ലാം இருக்குமா? என்னென்ன இருக்கும்? வெஜ்ஜு, ரைஸு, எக் ரைஸு, எக் காளான் அதெல்லாம் இருக்குமா சாயங்காலம்? பேக்கரி, டீ கடை, கிளப்பெல்லாம் இருக்காங்களா? ஸ்போர்ட்ஸ் கிளப்பா? உங்கள் பாப்பா விளாண்டாங்க எங்கள் ஸ்கூல்லையா? சிலம்பமா? எப்படி இந்த சுத்துமே? ஓ, அது எத்தனை வயசு? சின்ன 10 வயசா? எங்கே டோர்னமெண்ட் நடக்கும்? அங்கெல்லாம் போகுமா? வெளியூர். அது சரி, நிறைய ப்ரைஸ் எல்லாம் அடிச்சிருக்கு. அதர் மாநில സ്റ്റേറ്റ് ഇല്ലാமல் അതർ ഡിസ്ട്രിക്ട്, പക്കത്ത് ഡിസ്ട്രിക്ട്, തമിഴ്നാട് ഫുള്ളാக പോകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന ചേച്ചീനെ പരിചയപ്പെട്ടപ്പോൾ, ചേച്ചീൻ്റെ മോളുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കുട്ടി തമിഴ്നാട്ടിലൊരു നടക്കില്ല ടൂർണമെൻറ്റ്, നമ്മുടെ ഈ സിലമ്പാട്ടം എന്ന് പറയാം, സിലമ്പ് തന്നെ, സിലമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇങ്ങനെ കമ്പ് ചുറ്റണ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു ട്രഡീഷണലാണ് തമിഴ്നാട്ടിലുള്ള. അതിൽ പങ്കെടുത്തിട്ട് ഒരുപാട് ട്രോഫിയൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിലൊക്കെ പോയിട്ട്, പ്ലെയിൻസിലൊക്കെ പോയിട്ട് കളിച്ചിട്ട് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. ഇതാ കുളന്തോടെ ഫോട്ടോ തിരിയരുതില്ല അതിൽ. ഇത് எதுக்கு அடிச்சு? என்ன ஈவெண்ட்டுக்கு? லாங் டைமா? எவ்வளோ நேரம்? 3 மணி நேரம். நிற்காம சுற்றுறதா? 3 மணி நேரமா? ഫോണിൽ ജസ്റ്റ് കാണാം. കുട്ടി ഇങ്ങനെ 3 മണിക്കൂർ നിൽക്കാതെ ചുറ്റിട്ട് റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് നേരത്തെ കാണിച്ചു തന്നത്. പിന്നെ അതിൽ തന്നെ കുറേ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് കാണുന്നില്ല ഇപ്പോൾ. പിന്നെ ഇത് ചെയിനാണ്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ കാലിലൊക്കെ ചുറ്റി കയറും. അത് ചുറ്റാൻ കാലിൽ കയറാതെ നിൽക്കുന്ന ഒരു സംഭവം. ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് മോള്. അതല്ലേ? അതൊക്കെ തുളിർ ടാലൻറ്റ് ടെസ്റ്റ്. മധുമിതാവാ പേര്? ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. உலக சாதனை நிகழ்ச்சியில் கலந்து கொண்டு கண்களை கட்டிக்கொண்டு கால்களை கட்டிக்கொண்டு யானை மீது நின்று சிலம்பம் சுற்றி சாதனை. ഒരുപാടുണ്ട് സംഭവങ്ങൾ. ലോങ് ട്രെയിൻ. അപ്പോൾ മോളെ ടൂർണമെൻറ്റിനൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഈ അമ്മയാണ്. അതായത് തമിഴ്നാട്ടിൽ ഇപ്പോൾ പോണ വേറെ മധുരയാണ്. മധുരയിലൊക്കെ പോയിട്ട് വന്നിട്ട് ടൂർണമെൻറ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലും കുട്ടി വിന്നറാണ്. അപ്പോൾ അത് നമ്മളൊരു ആവേശത്തിൽ നമ്മളെടുത്ത് കാണിക്കണം എല്ലാവരും. കാരണം ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ അവർക്കൊരു റീച്ച് കിട്ടില്ലല്ലോ, ഒരു പബ്ലിസിറ്റി കിട്ടില്ലല്ലോ. അപ്പോൾ അവർ കാണിച്ചു തരാണ്. ഇപ്പം നമുക്ക് അവിടുന്ന് മുകളിലേക്ക് പോയി നോക്കാം. റോഡുണ്ടില്ലേ? മഴ പെയ്ത് റോഡെല്ലാം പോയി തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ബസ് സർവീസ് ഇങ്ങോട്ടില്ല, നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പട്ടി ചങ്ങലയും പൊട്ടിച്ചിട്ടാണല്ലോ എന്നുള്ളത്. ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ, ചെറിയ കടകൾ. റോഡിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഇപ്പോൾ ജീപ്പ് മാത്രം പോകാൻ സാധ്യതയുള്ളൂ.
പിന്നെ 2 വീലറൊക്കെ ഉള്ളവർക്ക് 2 വീലറിൽ പോകാം. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. നമ്മൾ ഭാരതി നഗർ സ്കൂളിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ. ചെറിയ സ്കൂളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. അടിപൊളിയായിട്ടുണ്ട്. യെസ്, ഭാരതി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു സ്കൂളാണ് ഈ കണ്ടില്ലേ. ഇവിടെ നല്ല അടിപൊളി ഗ്രൗണ്ടൊക്കെ ഉണ്ട്. എന്താ ഗ്രൗണ്ട് കണ്ടോ, സൂപ്പർ ഗ്രൗണ്ട് കേട്ടോ. ഈ മലൻ്റെ മുകളിൽ ഒരു ഗ്രൗണ്ട്. ഇവിടെ ഒരു 3-4 കെട്ടിടം ബിൽഡിങ്ങൊക്കെ ഉണ്ട്. 8ാം ക്ലാസ് വരെ ക്ലാസ് നടക്കുന്ന ഒരു മിഡിൽ സ്കൂളാണിത്. സൂപ്പറായിട്ടുണ്ടല്ലേ. സ്കൂളൂറാട്ട്ഷുണ്ട് നെടുമുല്ലൈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ സ്കൂൾസ്. ഓക്കെ, ടീച്ചർമാരൊക്കെ ഉണ്ട്. നമ്മൾ നോക്കി ചിരിക്കണം. ശരി, അപ്പോൾ നമുക്ക് പോകാം. ഇവിടുത്തെ സ്കൂൾ സത്തുനവാണ്. ഇവിടെ ചോറ്, കുട്ടികൾക്ക് ചോറ് പാചകം ചെയ്യണ കിച്ചൺ. സ്കൂൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗ്രൗണ്ട്. ബസ്സില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ബസ് വന്നല്ലോ. വന്നുപോയി. സുഹൃത്തുക്കളെ, നമ്മൾ ആറുട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ആറുട്ടുപാറ. ഇവിടെ കടകളൊക്കെ കണ്ടില്ലേ. ഇവിടെ നല്ല പോപ്പുലേഷനുള്ള സ്ഥലമാണ്. പഴയ കടകളൊക്കെ ഓടും. പുറകിൽ മലൻ്റെ മുകളിൽ മൊത്തം മഞ്ഞ് മൂടി. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടൗൺ. പള്ളി, അമ്പലം ഒക്കെ ഉണ്ട് ഇവിടെ. റൈറ്റ്. കുറച്ച് എൻഡ് വരെ പോയി നോക്കാം നമുക്ക്. ഇതാണ് ഇവിടുത്തെ സ്കൂള്. ഇത് ആറുട്ടുപാറ. ഇത് ഹൈസ്കൂളാണ്. ഹൈസ്കൂൾ മീൻസ് ഇവിടെ 10th വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആറുട്ടുപാറ സ്കൂൾ 10th സ്റ്റാൻഡേർഡ് വരെ. ഈ റോഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവസാനിക്കും. പിന്നെ അങ്ങോട്ട് റോഡില്ല. ഇത് ഇവിടുത്തെ സ്കൂളാണ്. ഇവിടുത്തെ ഒരു എൻഡ് പോയിൻ്റാണ് സ്കൂളുള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെ വരെ ബസ് പോകും. ബസ് പോയിട്ട് അവിടുന്ന് മടങ്ങി വരും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൾവശത്തേക്ക് താഴെ ആ കുണ്ടിലേക്കൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ വന്നപ്പോഴുള്ള വ്യൂ ഉണ്ടോ, വെള്ളച്ചാട്ടങ്ങൾ. മഴ ആയതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളൊന്നും കാണില്ല. മഞ്ഞ് കണ്ട മൂടി മരൻ്റെ മൂടി. നമ്മളെവിടെ പോയാലും നമുക്കുണ്ടാവും ഒരാൾ. മഴക്കാർ മൂടി. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫൈനൽ പോയിന്റ്. അപ്പോൾ ആ റോഡ് സഹായിക്കുന്ന കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ റോഡില്ല, കോൺക്രീറ്റ് റോഡാണ്. അപ്പം ഇവിടെയാണ് വന്ന് ബസ് തിരിക്കുക. ബസ് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പുറകോട്ട് വരും. ഇവിടെ ഒരു കടയുണ്ട്. ഇതൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. ബസ്സിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലം. പ്രധാനപ്പെട്ട സ്ഥലം കിടക്കുന്നത് മോൾ ഭാഗത്തേക്കാണ്. ഇതാണ് ഇവിടുത്തെ അങ്ങാടി അല്ലേ? പള്ളീൻ്റെ അടുത്ത് അപ്പുറത്തെ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് വീരാൻ. നിങ്ങൾ ഈ നാട്ടുകാരനായിരിക്കും അല്ലേ? ഞാൻ ബാറോഡ. നിങ്ങൾ ഇവിടെ ജീപ്പ് എൻ്റെ പേരുണ്ട് ഇവിടെ. നിങ്ങളെ പേര് ഇവിടെ
പഞ്ചായത്ത്. ഇപ്പൊ ടാക്സി ഓടിക്കണ ടാക്സിയാ? ടാക്സി ഞാൻ ടാക്സി ഇതൊന്നും ഓടില്ല, ഞാൻ സ്വന്തം ട്രിപ്പ്. പഞ്ചായത്തുകാരോട് കുറെ ചോദിച്ചാൽ മതി. ചായ എടുക്കണേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആറോട്ടുപാറത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ചായക്കടയാണ് അല്ലേ? അത് ആ മെമ്പർ നിങ്ങളോ? പഞ്ചായത്ത്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഉമ്മർ. ഉമ്മർ നിങ്ങളല്ലേ കട? ആ അല്ലേ, എന്നാലും നിങ്ങൾ നടത്തണല്ലേ? ചോറ് ഒക്കെ ഉണ്ടാവുമോ? അല്ലേ, പണിക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കിട്ടും. ശരി, അപ്പം നമുക്ക് ചായ കുടിക്കാം അല്ലേ? നേരത്തെ ഒരു ചായ കുടിക്കും. നിങ്ങൾക്ക് ചായ ഉണ്ടേ? അങ്ങോട്ട് ഈ സാപ്പിടலாம். കുടിച്ചോ? അപ്പോൾ നമ്മൾ അല്ല എന്താണ് ആറോട്ടുപാറ വന്ന് അവിടുത്തെ നമ്മൾ ഉമ്മർഖാൻ്റെ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉമ്മർഖാൻ്റെ കടയിൽ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് ചൈനീസ് ഉണ്ടാവും. ഇത് ഉമ്മർഖാൻ്റെ അല്ല, അതെന്തായാലും റെഡിമെയ്ഡാണ്. കേക്ക് നിങ്ങൾ ഉണ്ടാക്കണമെന്നു അല്ലേ? വെട്ട് കേക്ക്. അപ്പോൾ ഒരു വെട്ട് കേക്കൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് പൊറോട്ട ഇറച്ചിയൊക്കെ ഉണ്ടാവും. ബീഫോ എന്നും ഉണ്ടാവുമോ? വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ അല്ലേ? വിറകടുപ്പാ? സമാവറെന്ന് കണ്ടേ. ഇതാണ് സമാവട്ടെ. ഞാൻ അന്വേഷിച്ച് നടന്നൊരു സാധനമാണിത്. ഇതിനുള്ളിൽ കത്തിക്കൂല്ലേ? ഇതിനുള്ളിൽ കത്തിച്ചിട്ട് വിറക് കയറ്റി കൊടുക്കുക. വെള്ളം സമാവർ. അടിയിൽ ഫുള്ള് കനലായിരിക്കും. പോട്ടക്കല്ല് അടുപ്പ് കണ്ടില്ലേ? അടിപൊളി. സെറ്റ് നമ്മൾ ചായ റെഡി കുടിക്കുക. നമ്മളവിടുന്ന് ചായ ഒക്കെ കുടിച്ചിറങ്ങി. നമുക്ക് ഇവിടുന്ന് കാണാൻ പോകാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൂടെയൊക്കെ കാട്ടിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളച്ചാട്ടം മറ്റുമൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഈ മഴ സമയത്തേക്ക് കൂടെ ഒന്നും പോകാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആറോട്ടുപാറ വരെ വന്നു, അതിനിടയിലുള്ള സെൽവപുരം പിന്നെ ഭാരതി നഗർ ഇതൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. കടയൊക്കെ ഉണ്ട്. തിരിച്ച് നമുക്ക് വേറൊരു റൂട്ടിലൂടെ പോവാം. ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ട്, അതിൻ്റെ അടുത്തുകൂടെ പോകുന്നൊരു റോഡാണിത്. ഈ ഭാഗത്തേക്ക് ഏലത്തോട്ടങ്ങളാണ്, ഏലം കൃഷി നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒരുത്തൻ നടന്നു വരുന്നു. അതിൽക്കൂടെ ഈ റോഡ് എങ്ങോട്ടാ പോവാ? ഈ റോഡ് ഈ ഇവിടുന്ന് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നേ? പേരുണ്ടോ? അതിൻ്റെ പേരതിൻ്റെ ഉള്ളിലാ റോഡ്? അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല? അല്ല ഈ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? അപ്പുറത്തുണ്ടല്ലോ ആ ബാറോട് റോഡ് പോയി ജോയിൻ്റ് ആവില്ലേ? മറ്റെന്താണ്? അതേത് റോഡാ? അപ്പുറത്തെ റോഡാ? അതിൽ കൂടെ വണ്ടി വിടുമോ? നമ്മളെ വണ്ടി പോകാൻ പറ്റുമോ? ചളി. ഈ അങ്ങോട്ടാ പോണ്? അങ്ങോട്ടാ ആ റൂട്ട് വർക്കാ? ശരി ഞാൻ പോട്ടെ. ഓക്കെ എന്നാലേ. ടയർ തീരെ ഗ്രിപ്പില്ലാത്തതാണ്, കുറച്ച് മണ്ണുണ്ടാവും അപ്പം സ്കിഡാവും. പക്ഷേ അങ്ങനെ കല്ലുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ കുഴപ്പമില്ല, മണ്ണിലൂടെ പോകുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ആനപ്പിണ്ടം കുറേ ഉള്ളതുകൊണ്ട് ഗ്രിപ്പുണ്ട്. മഴ പെയ്തല്ലോ, മൈ ഗോഡ്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ഒരു ഫാക്ടറി. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ശരിയാണ്. ഫാക്ടറി ഇപ്പോൾ വർക്കിംഗ് ഒന്നും അല്ലെന്ന് തോന്നുന്നത്. ഇതിലൂടെ അങ്ങനെ പോവാം. ഇവിടെ ഒരാൾ
ஓகே எப்படிங்க 2 ரூபா சேஞ்ச் வேணுங்களா? ₹2 எங்கெங்கே சேஞ்சு? ₹2 சேஞ்ச் இல்லைங்க, ₹20. ഇവിടെ ₹2 കൊടുക്കണം. ചില്ലറൊക്കെ മൂപ്പര് തരും. ஃபேக்ட்ரியில் வேலை எதுவும் நடக்கிறது இல்லையா இப்போ? பழுதடைஞ்சிருக்கு. இது எதுக்கு செக் போஸ்ட்டு? இப்போ வெளியே போகும்போது தான் காசு தரணுமா, உள்ளே வரும்போது தரணுமா? ஆ இல்லை, அதாவது எஸ்டேட்டுக்குள்ளே போகிறதுக்கு காசு இல்லை, வெளியே வர்றதுக்கு காசு. ஓ சரி சரி சரி. உங்களுக்கு இங்கே தான் டியூட்டி. ரைட் ரைட். சாப்பாடெல்லாம் வீட்டிலேருந்து கொண்டு வந்துடுவீங்க, இங்கே உட்காந்து சாப்பிடுவீங்களா? யானெல்லாம் வருமா? நைட்டும் ஆள் இருப்பாங்களா? ஓ இது உள்ள மிஷினரிஸ் எல்லாம் இருக்கும், அதனால் சேஃப்டி. சரி ശരി താങ്ക്യൂண்ணா. ഫാക്ടറി വർക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും പിന്നെ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിഷനറീസൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിന് കാവൽ വെക്കാൻ, അപ്പോൾ വെറുതെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വെറുതെ വരുന്ന വണ്ടിക്കാരുന്ന ₹2 മേടിച്ചിട്ട് അങ്ങനെ അത് മഴ പെയ്തു. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനിനി കൂടുതലൊന്നും ഇവിടെ നിന്ന് സംസാരിക്കണില്ല. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ പ്രോബ്ലമാണ്, ആകെ പൊട്ടിയിരിക്കണം, അതിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ സാഹചര്യം മോശമായ കാരണത്താൽ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും. ഓക്കെ, ബൈ ബൈ.